നമസ്കാരം. പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്കാണ് ഇന്ന്. 4 ലേബർ കോഡുകൾ, ഒപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിർത്തലാക്കിയ പ്രശ്നം, ഇതെല്ലാം ഉന്നയിച്ച് രാജ്യമാകെ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളൊക്കെ സമരത്തിൽ അണിനിരക്കുന്നു. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണച്ച് അവരവരുടെ തൊഴിലാളി സംഘടനകൾ എടുത്ത തീരുമാനം. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയുടെ സമയത്തായി പോയി സമരം. ഇടതുപക്ഷം അവരുടെ 3 യാത്രകളും ഇന്നത്തേക്ക് നിർത്തിവെച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്. സതീശേട്ടന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. അതെ, അതുകൊണ്ട് ദേശീയ പണിമുടക്കിനെ പറ്റി 2 വാക്ക് പറയാലോ. ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കും? എങ്ങനെ മനസ്സിലായില്ല? അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വെക്കുകയാണ്. അതായത് CPIM ശക്തമായ കേരളത്തിൽ മാത്രം സമരം വിജയിച്ചു, കോൺഗ്രസ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റിടങ്ങളിലൊന്നും സമരം വിജയിച്ചില്ല, പരാജയമാണ്. അങ്ങനെയാ സതീശേട്ടാ? അല്ല, അങ്ങനെയൊന്നും ആവില്ല. അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും ആവില്ല. അപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളത്? അല്ല, ദേശീയ പണിമുടക്കാണ്. സതീശേട്ടൻ അത് കേരളത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? അതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേശീയ പണിമുടക്കാണ്, തൊഴിലാളികളുടെ സമരമാണ്, ജീവൻ മരണ സമരം തന്നെയാണെന്ന് പറയാം തൊഴിലാളി വർഗത്തിന്റെ. അതിനെ AICC പിന്തുണക്കുന്നതും അതുകൊണ്ടാണല്ലോ. സതീശേട്ടനും പിന്തുണച്ചുകൊണ്ട് 2 വാക്ക് ഇപ്പൊ പരസ്യമായി പറഞ്ഞൂടെ എന്നാണ് ചോദിച്ചത്. കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. എന്തെന്നിപ്പോ സതീശേട്ടൻ പറയുന്നത്? പണിമുടക്ക് വേണമെന്നോ വേണ്ടാന്നോ? AICC പിന്തുണച്ചത് സതീശേട്ടൻ അറിയാഞ്ഞിട്ടാ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ സംഘടന വഴി പറഞ്ഞത് തൊഴിലാളികളെ പറ്റിക്കാനാണ് എന്നും ഇപ്പൊ പരസ്യമായി കയ്യടിക്ക് വേണ്ടി മധ്യവർഗത്തെ സന്തോഷിപ്പിക്കാൻ പറയുന്നതാണ് എന്നുമാണോ നമ്മൾ കരുതേണ്ടത്? നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. സതീശേട്ടനെയൊക്കെ വിശ്വസിച്ച് സമരത്തിനിറങ്ങിയ കോൺഗ്രസിലെ തൊഴിലാളികളുടെ അവസ്ഥ അതാണ് അവസ്ഥ. കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഇല്ലേ? എന്നാലും സ്വന്തം പാർട്ടിയിലെ തൊഴിലാളി സമൂഹത്തോട് ഒന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് പ്രസ് മീറ്റിൽ പോയി കയ്യടിക്കായി അവരെ ഒറ്റ കൊടുക്കുന്നത് ശരിയാണോ സതീശേട്ടാ? അതൊക്കെ നമുക്ക് വെറുതെ ഈ എന്താല്ലേ സതീശേട്ടന്റെ നിലപാട്? സതീശേട്ടന്റെ പാർട്ടിയും കൂടി തീരുമാനിച്ച സമരം ഇതുപോലത്തെ ഒരു വലിയ, എല്ലാവരും നിങ്ങളെല്ലാം വന്ന് അത് ആ വിഷ്വലൊക്കെ എടുത്തുന്ന ഇത്രയും പ്രചരണം കിട്ടുന്ന വേറൊരു പരിപാടി ഇപ്പൊ കേരളത്തിൽ നടക്കുന്നില്ലല്ലോ. ഏത് പരിപാടി? ഈ യാത്രയുടെ പോലെ ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. അത് ശരി, യാത്ര, പുതുയുഗ യാത്ര, അത് കാലഹരണപ്പെട്ടൊന്നുമല്ലല്ലോ അല്ലെ? പുതുയുഗ യാത്ര കാലഹരണപ്പെട്ടതല്ലോ, ഏറ്റവും ന്യൂ ജെൻ അല്ലേ, ജെൻസി അല്ലേ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൊടിയും പിടിച്ചിട്ടുള്ള യാത്ര, അത് കാലത്തിന് യോജിക്കുന്നതാണല്ലോ അല്ലെ? പണിമുടക്ക് അതിനേക്കാളും വലിയ കാലത്തിന് യോജിക്കാത്തതാണെന്നാണല്ലോ സതീശേട്ടൻ പറയുന്നത്. ഇനിയിപ്പോൾ പുതുയുഗ യാത്രയെക്കാളും വലിയ വാർത്തയാകും പണിമുടക്ക് എന്ന് വിചാരിച്ചിട്ടാണോ പണിമുടക്ക് പോക്കാണ് മോനെ എന്ന് സതീശേട്ടൻ പറയുന്നത്? ശരിയാണ്. ദേശീയ പണിമുടക്കിനോട് 2 തരത്തിലാണ് സംഘടനകളും നേതാക്കളും നിലപാടെടുക്കുന്നത്. ഒന്ന്, പണിമുടക്കിനെ എതിർത്തുകൊണ്ട്, അതായത് ലേബർ കോഡിനെ പിന്തുണച്ചുകൊണ്ട് BJP ഒക്കെ എടുക്കുന്ന, BMS ഒക്കെ എടുക്കുന്ന നിലപാട്. 2, പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ട്. ഇത് രണ്ടും നേരിട്ടുള്ളതാണ്. അവരെ നമുക്ക് വിശ്വസിക്കാം, എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും വിശ്വസിക്കാം, കാരണം അവർക്ക് അതിൽ വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ലല്ലോ. എന്നാൽ പാർട്ടിക്കൊപ്പം ചേർന്ന് സമരത്തിന് അനുകൂലമായി തീരുമാനമെടുക്കുകയും പുറത്തു വന്ന് പൊതുമധ്യത്തിൽ കയ്യടി കിട്ടാൻ തൊഴിലാളികളെ കാലുവാരി പണിമുടക്കിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇരട്ടത്താപ്പ് എന്നൊക്കെ മലയാളത്തിൽ ചില ആളുകൾ പറയും, നമ്മളങ്ങനെ പറയില്ല കേട്ടാ. VD സതീശൻ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ പിന്നെ പണിമുടക്ക് സതീശന്റെ കൂടി അഭിപ്രായമായിരിക്കുമല്ലോ. കോൺഗ്രസിലെ തൊഴിലാളികളെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പരിപാടി, ഒരു നിലപാട് അദ്ദേഹം എടുത്തു. എന്നാൽ പുറത്തു വന്നിട്ടോ അവരെ ഊടുപാട് കാലുവാരിക്കൊണ്ട് മറ്റൊരു നിലപാടും അദ്ദേഹം പറഞ്ഞു. ഈ പണിമുടക്ക് അവസാനിച്ചിട്ടുമില്ല, അത് ഉണങ്ങുന്നതിന് മുന്നേ എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവരെ സതീശേട്ടൻ ഈ മട്ടിൽ പറ്റിച്ചു. എന്തെങ്കിലും പ്രതിബദ്ധത ആ തൊഴിലാളികളോട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കെ ഇങ്ങനെ പറയാമോ? അക്ഷരാർത്ഥത്തിൽ സതീശനെ വിശ്വസിച്ച തൊഴിലാളികളെ തേച്ചു കളഞ്ഞു മൂപ്പരെ. എന്തായാലും കേരളത്തിന് പുറത്ത് ഇതൊന്നും നടക്കില്ല എന്ന് സതീശേട്ടൻ പറയുന്നുണ്ടെങ്കിലും അടക്ക നടക്കുന്നുണ്ട്. പാർലമെന്റിൽ നടന്നത് കാണണം, ലോക്സഭ മുതൽ രാജ്യസഭ വരെ. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് VD സതീശനെ പോലുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ ചിലത് പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെയാണ് പണിമുടക്ക് നടത്തുന്നത് എന്ന്. So the slogans include withdrawal of the 4 controversial anti-labor codes to the restoration of Manrega. അതായത് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന INTUCയും പണിമുടക്കിലുണ്ട്. Sir, all the center unions except BMS have joined the strike, sir. എന്താണ് അവരുടെ ആവശ്യം? ഇവിടെ തൊഴിലാളികൾക്കെതിരെ ലേബർ കോഡ് നടപ്പാക്കിയിട്ട് ട്രംപിന് കീഴടങ്ങി വ്യാപാര കരാറിൽ ഒപ്പിടുന്ന പ്രത്യേകതരം പരിപാടിയിലാണ് മോഡി. The Indo-US deal, Jaishankar ji, please listen to this.
have created widespread protest and also consternation among crores of people, sir. Sir, you are the vocal exponent of energy security and also strategic autonomy, sir. Now he is mum on this energy security. ആ പറഞ്ഞത് ചെയറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോദിക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ ചെയറിന് ഇഷ്ടപ്പെടുമല്ലോ. Please stick on to Sir, your subject. sir, this is subject. You are sir. deviating from Sir, your subject. we have virtually forfeited our sovereignty. Now, 0 tariff for US and 18 for India has become the normal. You have given Sir, for the 4 labor codes. sir, but this you are- also is this is coming under there. this also, sir. Sir, You sir, please stick on to your subject, please. Sir, this is also one of the slogans of the general strike. So I am referring to the different slogans that are being raised by workers, farmers, agriculture workers, employees, sir. Sir, the protest of the workers is not only for their rights, but the rights of average citizen of this country, sir. ഇത് രാജ്യസഭയിൽ നടന്നാണ്. അവിടുന്ന് നേരെ ലോക്സഭയിലേക്ക് കുറച്ച് മീറ്റർ അപ്പുറം പോയാലോ? സതീശന്റെ അത്ര വിദ്യാഭ്യാസവും വടിവത്ത ശൈലിയും അമേരിക്കൻ ഇംഗ്ലീഷൊന്നും ഇല്ലെങ്കിലും ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ തന്നെ കൊണ്ടാവും പോലെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. 4 ലേബർ കോഡുകൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2019-20 തീരുമാനിച്ചെങ്കിലും നമുക്കറിയാം ശക്തമായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഫലമായിക്കൊണ്ട് അത് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ആ നിയമങ്ങളിലെ ചട്ടങ്ങളാണ് 2025 നവംബർ 21 മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് മോദി സർക്കാർ. നമ്മുടെ ഈ ഗവൺമെന്റിനെ ചരിത്രം വിലയിരുത്താൻ വേണ്ടി പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് ഏതെന്ന് ചോദിക്കുമ്പോൾ 2014, 2024, 26 ഭരിക്കുന്ന NDA ഗവൺമെന്റാണ് എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. രാധാകൃഷ്ണന്റെ പ്രസംഗത്തിൽ സതീശന് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. സമരം ചെയ്ത് നേടിയെടുക്കും എന്നൊക്കെ പറയുന്നവർക്ക് തമാശയാണല്ലോ. അതുകൂടി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ തൊഴിലാളി വർഗം ബ്രിട്ടീഷുകാരോട് പോരടിച്ചുകൊണ്ടാണ് അവകാശങ്ങൾ നേടിയെടുത്തത്. ഇന്ത്യയിലെ കർഷകർ ബ്രിട്ടീഷുകാരോട് പോരടിച്ചുകൊണ്ടാണ് അവകാശങ്ങൾ നേടിയെടുത്തത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനും ഇന്ത്യയിലെ കർഷകർക്കും കഴിഞ്ഞെങ്കിൽ ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തി കുറിക്കാൻ ഈ തൊഴിലാളി വർഗത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തൊഴിലാളി വർഗത്തെ തഴഞ്ഞുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള അഹന്തയാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം തൊഴിലാളി വിരുദ്ധ നിലപാടുകളുമായിട്ട് ഗവൺമെന്റ് പോകുന്നത്. ആ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ അത് തിരുത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പോരാട്ടം നമ്മുടെ രാജ്യം ഏറ്റെടുക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന പോരാട്ടം. കേരളപ്പോ തെലുങ്ക് ദേശത്തിന്റെ കൃഷ്ണപ്രസാദ് ടെനേറ്റി ആയിരുന്നു. അദ്ദേഹവും ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് ആണല്ലോ. മൂപ്പര് സതീശനെ പോലത്തെ ട്രേഡ് യൂണിയനിസ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കെ രാധാകൃഷ്ണൻ മൂപ്പരുടെ കൂടി പിന്തുണ പറഞ്ഞു. അങ്ങും ചേറും ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നാണ്. ആ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ മനസ്സിലുള്ള എല്ലാ മനുഷ്യരും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും ഞാനും എന്റെ പ്രസ്താവനവും പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ലേബർ കോഡിനെ പറ്റി മലയാളത്തിൽ പറഞ്ഞത് സതീശേട്ടന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു. സതീശൻ പണിമുടക്കൊന്നുമില്ല, അവിടെയൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ ബംഗാൾ ഉണ്ടല്ലോ, പശ്ചിമ ബംഗാൾ, അവിടെ നിന്നെത്തിയ തൃണമൂലിന്റെ MP കല്യാൺ ബാനർജിയുടെ ഒരു ഉഗ്ര പ്രസംഗം. The Trade Union Act is going to be replaced. Industrial Employment Standing Orders replaced. Industrial Dispute Act 1947 is replaced. What remains in the country itself? What remains? If you don't recognize the trade union itself, what more? Why you are afraid of the trade union? എല്ലാ അധികാരവും മുതലാളിക്ക് കൊടുക്കുന്ന നിയമമാണ്. പിരിച്ചുവിടാനും കമ്പനി പൂട്ടാനും ആനുകൂല്യം നൽകാതിരിക്കാനും ഒക്കെയുള്ള അധികാരം ഈ നിയമം അവർക്ക് നൽകും. അപ്പൊ ഇന്ത്യയിൽ തൊഴിലാളിയുടെ സ്ഥിതി എന്താണ്? All powers have been given to the employer. My friend was talking about the punishment. What punishment you are talking about? Today we will bring the law for punishment for creating something 3 months, 4 months, 6 months for this to impress. And next year you will bring Janavissa's bill to become more friendly with the industrialists. Take away this. Take away all punishment. Peculiar situation of our country is, I must appreciate this. World will appreciate.
in the parliament, floor of the parliament, for selling how this bill will control the employer, etc., industrialists. These are the punishments: 6 months, 1 year, 3 months. Within 3 months, 2 or 3 years, Janavishya's bill will come. We are becoming more friendly with the industrialists. Therefore, punishment is removed. Are you fun? Absolutely making fun with the parliament, absolutely making fun with the country itself. സതീശന് പിടിക്കാത്തതുപോലെ ഇമാതിരി പ്രസംഗമൊന്നും BJP-കാർക്ക് പാർലമെന്റിലും പിടിക്കൂലാട്ടാ. അത് കല്യാൺ ബാനർജിക്ക് അറിയാം. മൂപ്പരത് പറയുകയും ചെയ്തു. Sometimes you hear the criticism you will not like, I understand. But I can tell you one day, I can tell you, madam, this is your heydays. You will doing it. Every day will not be the heyday or the great. That day will come. തൊഴിലാളികൾ അവരുടെ ശക്തി തെളിയിക്കുന്ന ദിനം വന്നു ചേരുക തന്നെ ചെയ്യുമെന്ന് കല്യാൺ ബാനർജി ധാർമ്മിക രോഷം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. When the workers, agricultural laborers, all will show their power by giving the mandate. This is the way. Not the workers' right is taken away. This is the way. The country's worker cannot suffer for starvation. This is the way. 100 rules will be made applicable. This is the way. Government cannot remain in favor of the industrial age. This is the way. Government cannot throw the workers from the country itself. How much? You are talking about how much? My friend was talking how much? How much? 3 crores. 2.5 to 3 crores. ഇതൊക്കെ കേൾക്കുമ്പം സതീശേട്ടന് ചിരി വരുമെങ്കിലും ബംഗാളികൾക്ക് അങ്ങനെയല്ല. അവർക്ക് നല്ല തൊഴിലാളി ബോധമാണ്. അവർ പാർട്ടിയായിട്ട് ഒന്ന് തീരുമാനിക്കുകയും മറ്റൊരിടത്ത് കയ്യടിക്ക് വേണ്ടി കബളിപ്പിക്കൽ നടത്തുകയും ചെയ്യില്ല. Laborers are working in the foreign countries. It's an achievement of the Narendra Modi's government. Sabka Saath Sabka Vikas. 3 koti unskilled laborers are working. Go to Dubai. Go to Dubai. Go to anywhere, any places in India. Go there, see. Labor force are gone. All you have destroyed the laborers. All you have destroyed the industry. All you have destroyed the rights of the agriculturists. All you have destroyed the rights of the laborer. Only you are running after the industrialists. 2 industrialists from Gujarat. 2 मान लेता है, 2 गुजरात से आया प्राइम मिनिस्टर, होम मिनिस्टर. दोनों बेच देते हैं सब. दोनों है अदानी एंड अंबानी. वो लोग खरीद लेता है. ये चारों मिलके देश चलाते हैं और कोई कुछ नहीं है. സമരമൊന്നുമില്ല എന്ന് പറഞ്ഞ സതീശേട്ടൻ പറഞ്ഞ അതേ ബംഗാളിൽ നിന്നാണ് കല്യാൺ ബാനർജി വരുന്നത്. പുതുയുഗ യാത്രയിൽ അണിചേരുന്ന UDF സർക്കാർ വരാൻ അഹോരാത്രം പണിയെടുക്കുന്ന തൊഴിലാളി നേതാക്കൾക്കും തൊഴിലാളികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കാം. നന്ദി, നമസ്കാരം.